വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇടപ്പള്ളി പൂക്കാട്ടുപടി ബസ് റൂട്ടിലേക്ക് വെറും 350 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു 4BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. 5 സെൻറ്റ് സ്ഥലത്ത് 2450 സ്ക്വയർ ഫീറ്റ്, 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും വർക്ക് ഏരിയ, യൂട്ടിലിറ്റി, സ്റ്റഡി റൂം എന്നീ സൗകര്യങ്ങളോട് കൂടിയുള്ള ഈ വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്, അതും ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട്. നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഈ വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡേൺ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും ലൂവേർഡ് ഡിസൈനുള്ള പാനലിങ്ങും സിലിണ്ടറിക്കൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും ഒക്കെ നൽകിയാണ് വന്നിരിക്കുന്നത്. 5 മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. പഞ്ചായത്ത് റോഡാണ് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഉള്ളത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ടു വർക്കും 2-way ലൈറ്റും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. 5.2 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ബാംഗ്ലൂർ സ്റ്റോൺസും കോബിൾ സ്റ്റോൺസും വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. എലിവേഷൻ തെക്ക് ദർശനമായും മെയിൻ ഡോർ പടിഞ്ഞാറ് ദർശനമായുമുള്ള ഈ വീടിന് 2 SUV കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. കവേർഡ് കാർ പാർക്കിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ 18.5 അടി നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. കൂടാതെ പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ സൗത്ത് സൈഡിലേക്ക് വരുമ്പോൾ 10.5 അടിയിലേറെയാണ് ഇവിടുത്തെയും വെട്ട് വരുന്നത്. ഇവിടെയും സെയിം മാംഗ്ലൂർ സ്റ്റോൺസും കോബിൾ സ്റ്റോൺസുമാണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ SUV കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഫ്രണ്ട് സൈഡ് വോളിലായിട്ട് ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്ത് ഭംഗിയുള്ള വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. കോർണറിലായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മൾ കാണുന്നത് പാഷ്യോയിലേക്കുള്ള എൻട്രൻസ് ആണ്. സ്ക്വയർ ട്യൂബിലാണ് ഈ ഒരു ഡോർ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയിലേറെയാണ് ഇവിടുത്തെ വെട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. വെസ്റ്റ് സൈഡിലായിട്ട് ഒരു ടാപ്പും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെയും വെട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇൻ്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ വർക്ക് ഏരിയ വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി നാനോ മെറ്റീരിയൽ ഗ്രാനൈറ്റ് യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. 7.5 അടിയിലേറെ നീളവും 7.5 അടിയിലേറെ തന്നെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. 2-3 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ സിറ്റ് ഔട്ടിൻ്റെ ഒരു വോളിലായിട്ട് UPVCയുടെ ഒരു വിൻഡോയും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ തേക്കിൻ തടിയിൽ 2 പാളികളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് 2 വലിയ വുഡൻ ഹാൻഡിലോട് കൂടിയാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 14 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. കൂടാതെ ഡബിൾ ഹൈറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ലിവിംഗ് സ്പേസിന് വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിനും കോഫി ടേബിളുമുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സൗത്തിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയാണ് താഴെയായിട്ട് നൽകിയിരിക്കുന്നത്. വിൻഡോ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു UPVC വിൻഡോയും ആ ഒരു വാളിലായിട്ട് ഭംഗിയുള്ളൊരു വാൾ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴെയായിട്ട് UPVC ഡോറുകളാണ് നൽകിയിരിക്കുന്നത്. കാരണം ഈസ്റ്റ് സൈഡിൽ നമുക്കൊരു പാഷ്യോ ലഭിക്കുന്നുണ്ട്. കൂടാതെ മുകൾ ഭാഗത്തായിട്ട് UPVCയുടെ പെർമനൻറ്റ് വിൻഡോയുമാണ് വരുന്നത്. ഈസ്റ്റ് സൈഡ് വാൾ കംപ്ലീറ്റ്ലി ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയുള്ള ഒരു വാൾ ഫാനും നൽകിയിട്ടുണ്ട്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ലിവിംഗ് സ്പേസ് വരുന്നത്. മുകളിലായിട്ട് ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിങ്ങും സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. നോർത്ത് സൈഡ് വോളിലായിട്ടാണ് നമ്മുടെ TV യൂണിറ്റ് വരുന്നത്. ഒരു പാർട്ടീഷനായിട്ടാണ് TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ലിവിംഗ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിലുള്ള പാർട്ടീഷനാണ് നമ്മുടെ ഈ TV യൂണിറ്റ് വരുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ മെയിൻ ഡോറിൻ്റെ ഭാഗത്തായിട്ടുള്ള സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ലൂവേർഡ് ഡിസൈനുള്ള പാനലിംഗ് ഒക്കെ നൽകി സ്പോട്ട് ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ലിവിംഗ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന പാഷ്യോ വരുന്നത്. അത്യാവശ്യം നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ നൽകി വുഡൻ ടെക്സ്ചറുള്ള മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് സ്ക്വയർ ടു വർക്ക് ചെയ്ത് ഫൈബർ ഷീറ്റാണ് നൽകിയിരിക്കുന്നത്.
ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന വാട്ടർ ഫൗണ്ടൻ ആണ്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. കിണറിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് വർക്ക് ഏരിയ വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗമെല്ലാം തന്നെ സ്ക്വയർ ട്യൂബ് വർക്ക് ചെയ്ത് ഫൈബർ ഷീറ്റ് കൊണ്ട് കവർ ചെയ്താണ് എടുത്തിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. 11.5 അടിയോളം നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈസ്റ്റിലേക്ക് ഇവിടെ UPVC ഡോറുകളാണ് നൽകിയിരിക്കുന്നത്. കാരണം ഈസ്റ്റിലേക്ക് നമുക്കൊരു വാട്ടർ ഫൗണ്ടനാണ് ലഭിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ പാനലിംഗ് ഒക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൽ വാൾ ഫാനാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. പിന്നീട് വാഷ് കൗണ്ടറിൻ്റെ ഏരിയയിലേക്ക് പോകുമ്പോഴാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. പിന്നീടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. സ്റ്റെയറിൻ്റെ താഴെയായിട്ടാണ് വാഷ് കൗണ്ടർ വരുന്നത്. പുറകിലായിട്ട് വലിയ ഒരു മിററും നൽകിയിട്ടുണ്ട്. വാഷ് കൗണ്ടറിൻ്റെ സൈഡിലായിട്ടാണ് സ്റ്റോറേജ് വരുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് വൈറ്റ് കളർ പെബിൾസ് ഒക്കെ ഇട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇൻഡോർ പ്ലാന്റ് വെച്ച് നമുക്ക് ഈ ഒരു സൈഡും ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്പേസ് ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. മുകളിൽ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ഒക്കെ നൽകി ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസും വി-ഗാർഡിൻ്റെ വയേഴ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണിലുള്ള ടൈലാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. കൗണ്ടറിനോട് ചേർന്ന് തന്നെ ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിന് 2 ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലും ഒരു ക്രോക്കറി യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു കിച്ചണിന് 9.5 അടിയിലേറെ നീളവും 9.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. പ്യുവർ ഫ്ലെയിംസിൻ്റെ ഒരു ഇലക്ട്രിക് ചിമ്മിനി ഓൾറെഡി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് 3 ഡോർ വിൻഡോ താഴെയും കബോർഡ് വർക്കുകൾക്ക് മുകളിലായിട്ടും ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. നോർത്തിലേക്ക് 2 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഇവിടെ നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഒരുപാട് സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ബാക്ക് സൈഡും അതുപോലെ തന്നെ കിച്ചണിൻ്റെ 3 വാളിലും കബോർഡ് വർക്കുകൾ നൽകിയിട്ടുണ്ട്. വലുപ്പമുള്ളൊരു സിങ്കും ഭംഗിയുള്ളൊരു ടാപ്പുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ വർക്ക് ഏരിയ വരുന്നത്. 15 അടിയിലേറെ നീളവും 6 അടിയോളം വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഇവിടെ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വലുപ്പമുള്ള ഒരു കൗണ്ടർ സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് വരുന്നത്. താഴെയും മുകളിലുമായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. വലുപ്പമുള്ളൊരു സിങ്കും ടാപ്പും ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും ഒക്കെ നൽകി 2 സൈഡിലേക്കും ഡോറും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടി നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും വലിപ്പമുള്ള വിൻഡോകളൊക്കെ നൽകി ഫ്രെയിം പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിങ്ങിനും പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റും കൂടാതെ ഭംഗിയുള്ള ആറ്റംബർഗിൻ്റെ ഒരു സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. കൂടാതെ ബെഡിൻ്റെ ഹെഡ് പോർഷനിലായിട്ട് 2 സൈഡ് ടേബിളും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ വലുപ്പമുള്ളൊരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ ഒരു ബാത്റൂമിന് കൺസീൽഡ് വാട്ടർ ക്ലോസറ്റ് ആണ് വരുന്നത്. ജാഗ്വാറിൻ്റെയാണ് വരുന്നത്. കൂടാതെ ഫ്ലഷിംഗ് സിസ്റ്റവും ഡൈവേർട്ടറും എല്ലാം ജാഗ്വാറിൻ്റെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റ് ഒക്കെ ചെയ്ത് എക്സ്പോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. സീലിംഗ് ഒക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റാണ് ഈ ഒരു ബാത്റൂമിൽ വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിന് 12.5 അടിയോളം നീളവും 11 അടി വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്ക് വലിപ്പമുള്ളൊരു 4 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് സൈഡ് വോളിലായിട്ട് തന്നെയാണ് ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു കോർണറിലേക്ക് മാറി 4 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിങ്ങും സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. കൂടാതെ ബെഡിൻ്റെ ഹെഡ് പോർഷനിലായിട്ട് 2 സൈഡ് ടേബിളും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെയും ഫൈബർ ഡോർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും വലുപ്പമുള്ളൊരു മിററും നൽകിയിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജും നൽകിയിട്ടുണ്ട്. ഈ ബാത്റൂമിലും വാട്ടർ ക്ലോസറ്റ് വരുന്നത് ജാഗ്വാറിൻ്റെയാണ്. ഫ്ലഷിംഗ് സിസ്റ്റവും ഡൈവേർട്ടറും എല്ലാം ജാഗ്വാറിൻ്റെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ഒക്കെ ചെയ്ത് എക്സ്പോസ്റ്റ് ഫാനും സ്പോട്ട് ലൈറ്റും ഉൾപ്പെടെയാണ് ഈ ഒരു ബാത്റൂം വരുന്നത്.
നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഫ്ലോട്ടിംഗ് സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. വുഡൻ ടെക്സിലുള്ള മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് സ്റ്റെപ്പിന് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ ടീക്ക് വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ഫസ്റ്റ് ലാൻഡിങ്ങിനോട് ചേർന്ന് സൗത്തിലേക്ക് വലിപ്പമുള്ള UPVC പെർമനൻറ്റ് വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുമ്പോൾ ആദ്യം കാണുന്നത് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമാണ്. പിന്നീട് അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകുമ്പോഴാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. പിന്നീട് നമ്മൾ എത്തിച്ചേരുന്നതാണ് നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസ്. അപ്പർ ലിവിംഗ് സ്പേസിൻ്റെ ഒരു സൈഡിലായിട്ടാണ് സ്റ്റഡി റൂമും യൂട്ടിലിറ്റി സ്പേസും വരുന്നത്. ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് 14 അടിയോളം നീളവും 12 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റ് സൈഡ് വോളിലായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ ഇരുഭാഗത്തുമായിട്ട് സിംഗിൾ ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റിന് താഴെ അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ കൊടുത്ത് ബാക്ക് സൈഡിൽ സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്താണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്കൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് താഴത്തെ ലിവിംഗ് സ്പേസിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ്. അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്നാണ് നമ്മൾ ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗിലേക്ക് വരുന്നത്. പിന്നീട് നമ്മൾ ബാൽക്കണിയിലെ ഓപ്പണിംഗ് കഴിഞ്ഞ് വരുമ്പോഴും നമുക്കൊരു ചെറിയ പാസേജ് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടും UPVC വിൻഡോ ആണ് നൽകിയിരിക്കുന്നത്. ഒരു L ഷേപ്പിലുള്ള ഇവിടെയായിട്ടും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 16 അടിയോളം നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ള 4 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്തിലേക്ക് UPVC ഡോറുകളാണ് നൽകിയിരിക്കുന്നത്. ഈ ഡോറുകൾ തുറന്ന് നമ്മൾ ഇറങ്ങുന്നത് ബെഡ്റൂം ബാൽക്കണിയിലേക്കാണ്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിലും എല്ലാം തന്നെ ജാഗോറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. വാഷ് കൗണ്ടറും മിററും എല്ലാം നൽകിയിട്ടുണ്ട്. ഹീറ്റുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് ആണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും ടീക്ക് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്തിലേക്ക് UPVC ഡോറാണ് നൽകിയിരിക്കുന്നത്. ഡോറ് തുറന്ന് നമ്മൾ ബെഡ്റൂം ബാൽക്കണിയിലേക്കാണ് ഇറങ്ങുന്നത്. ബാൽക്കണിയുടെ സേഫ്റ്റിക്കായി സ്ക്വയർ ട്യൂബ് വർക്കും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്ത് സൈഡ് വോളിലായിട്ട് ഒരു കോർണറിലേക്ക് മാറിയാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നത്. മറ്റൊരു കോർണറിലേക്കാണ് നമ്മുടെ വാൾഡ്രോബ് വന്നിരിക്കുന്നത്. 4 ഡോറിൻ്റെ വാൾഡ്രോബാണ് വന്നിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാം തന്നെ ജാഗോറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് ഈ ഒരു ബാത്റൂം നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്റ്റഡി റൂം വരുന്നത്. സ്റ്റഡി റൂമിൻ്റെ ഇൻ ആൻഡ് ഔട്ട് ഡോറുകളും ടീക്ക് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. 9.5 അടിയോളം നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്റ്റഡി റൂമിന് ഉള്ളത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോ ഒക്കെ നൽകി ഫ്രെയിം പാനലിംഗും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു കോർണറിലേക്ക് മാറി ഒരു സ്റ്റഡി ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സ്റ്റഡി റൂമിന് ഒരു വാഷിംഗ് മെഷീനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റ് ഉൾപ്പെടെയാണ് ഈ ഒരു സ്റ്റഡി റൂം വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഒരു ചെറിയ ബാൽക്കണിയിലേക്കാണ് ഇറങ്ങുന്നത്. ബാൽക്കണിയുടെ ഒരു സൈഡിൽ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വാഷിംഗ് മെഷീനുള്ളൊരു പോയിന്റും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 12 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡ് റെയിൽ SSL ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബാൽക്കണിയുടെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ഓപ്പൺ ബാൽക്കണി കൂടി ലഭിക്കുന്നുണ്ട്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 350 മീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്റർ, കാക്കനാടേക്ക് 9 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 5.3 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 9.5 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 8.3 കിലോമീറ്റർ, കലൂരേക്ക് 15 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 17 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 5 സെന്റ് സ്ഥലത്ത് 2450 സ്ക്വയർ ഫീറ്റ്, 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സഹിതം കൂടാതെ 2 പാർക്കിങ്ങോട് കൂടിയ ഈ വീടിന് ചോദിക്കുന്നത് 1,25,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.